ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് മുളപ്പിച്ച പയർ കൊണ്ടൊരു സബ്ജിയാണ് ഉണ്ടാക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ രാവിലെ കൊടുക്കാനും വലിയവർക്കായാലും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ടിഫിനിലെല്ലാം കൊടുത്തു വിടാനും ഒക്കെ നല്ലതാണ്. ഇതിന് ഞാനിതവിടെ മുളപ്പിച്ച പയറെടുത്തത്. പയറെന്ന് പറഞ്ഞാൽ ചെറുപയർ, മുതിര, കടല, ഗ്രീൻ പീസ്, മമ്പയർ, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പയറാണിത്. ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും, ഒരു പയർ മാത്രമല്ല, ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. എല്ലാം നല്ല മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഇല വരാൻ വേണ്ടിയിട്ട് വേറെ ഞാൻ വെക്കാറുണ്ട്. ഇതിപ്പോൾ ഇത്രയേ ആയിട്ടുള്ളൂ, സ്പ്രൗട്ട് ആയിട്ടുള്ളൂ. പിന്നെ ഇതാ അതിലേക്ക് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ്, ഇത് നിർബന്ധമൊന്നുമില്ല, ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, അങ്ങനെയുള്ള എല്ലാം, ബീൻസ് ഒക്കെ ഇടും. പിന്നെ വേണ്ടത് കുറച്ച് ഉള്ളി വേണം, കുറച്ച് തക്കാളി വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, പിന്നെ കുറച്ച് മല്ലിയില വേണം, കറിവേപ്പില വേണം. ഇത്രയൊക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ വലിയ നിർബന്ധമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ. വെജിറ്റബിൾസും കൂടി ഇടുമ്പോൾ ഒരു കുറച്ചുകൂടി റിച്ച് ആവും നമ്മളുടെ ഇത് മുളപ്പിച്ച പയർ, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലല്ലാതെ ഉണ്ടാക്കാൻ പറ്റും. കുക്കർ എടുത്ത് ഞാനതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, ഓയിലായാലും കുഴപ്പമില്ല, ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത്. പക്ഷേ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഞാനത് പെട്ടെന്ന് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് പോയതാണ്. കാരണം ഇത് വേഗം ആദ്യം അടിയിൽ പിടിച്ചു പോകും, കുക്കറിൻ്റെ അടിയിൽ പിടിക്കും. അപ്പോൾ നിങ്ങൾ ഉള്ളി അരിഞ്ഞത് ഇട്ടതിന് ശേഷം അതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്താലും മതി. പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ ഇതാ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരണം. അധികം വഴറ്റി ബ്രൗൺ കളറാക്കുക അങ്ങനെയൊന്നുമില്ല, ഒന്ന് വഴണ്ടി വന്നാൽ മതി. നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കണ്ടോ, അത് അടിയിൽ കുറച്ചിങ്ങനെ ഇതായി വന്നത് കണ്ടോ, ഇതാണ് കാരണം. ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പോയതുകൊണ്ടാണ്. അതിൻ്റെ മേലെ ഞാനിപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുത്താൽ മതി, ഒത്തിരി തക്കാളിൻ്റെ ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളുടെ എല്ലാ വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഈ മസാലകൾ, ഞാനിടുന്ന മസാല കൂടാതെ വേറെ ഏതെങ്കിലും മസാല ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. കിച്ചൺ കിങ് മസാല ചേർത്ത് കൊടുക്കാം, ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം, ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതാ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് നമ്മളുടെ മുളപ്പിച്ച പയറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒന്നിച്ചിട്ട് ഒരുപാട് ഞാൻ മുളപ്പിച്ച് വെക്കാറുണ്ട്. ആവശ്യത്തിന് മാത്രം എടുക്കാറ്, ഫ്രിഡ്ജിൽ വെക്കും, കുറേശ്ശെ എടുക്കുക ചെയ്യാറ്. അപ്പോൾ കുറച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയും കൂടുതലുണ്ടാവും. ഇതിപ്പോൾ ഞാൻ മുളപ്പിച്ച പയർ കുറച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളുടെ മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു സ്പൂണ്, നമ്മളുടെ എരിവിനനുസരിച്ച്. വേറെ പച്ചമുളകൊന്നും നമ്മൾ ചേർക്കുന്നില്ല, അതുകൊണ്ട് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ വളരെ കുറച്ച് ചേർക്കുക. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടി കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം തിളപ്പിച്ച വെള്ളം വേണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇത് വേവാനുള്ള വെള്ളം മതി, കുറച്ച് വെള്ളം വെച്ചാൽ മതി. ഒറ്റ വിസിലിന് തന്നെ ഇത് വെന്ത് കിട്ടും. കാരണം മുളപ്പിച്ച പയറായതുകൊണ്ട് അധികം ഇതിലെ ക്യാരറ്റും ബീൻസൊക്കെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് അതും വേഗം വെന്ത് കിട്ടും. ഉരുളക്കിഴങ്ങെല്ലാം ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടത്, അതുകൊണ്ട് അതെല്ലാം ഒറ്റ വിസിലിൽ തന്നെ. പിന്നെ ആ വിസിലും പിന്നെ കുറച്ച് നേരം അത് അടച്ച് വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഇതും കൊണ്ട് വേഗം സ്റ്റീമും കൊണ്ട് അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം.
പിന്നെ ഇതാണ് കാന്ത ലസൂൺ മസാല എന്ന് പറയും. ഞാനിത് കുറച്ച് ചേർത്ത്, ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ മഹാരാഷ്ട്രയിലായിരുന്ന സമയത്ത് ഇത് ഒരുപാട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. കാന്ത ലസൂൺ ഇപ്പോൾ എല്ലാ മാർക്കറ്റിലും കിട്ടുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട് കാന്ത ലസൂൺ മസാല, അല്ലെങ്കിൽ കാല മസാല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടാവും. അതിന് പകരം നിങ്ങൾക്ക് കിച്ചൺ കിങ് മസാലയോ ചിക്കൻ മസാലയോ അങ്ങനെ എന്തെങ്കിലും വേറെ മസാല ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു വിസിൽ വരാൻ വേണ്ടി അടച്ച് വയ്ക്കുക. ഇത് പെട്ടെന്ന് കഴിയും. രാത്രി ഇതെല്ലാം നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുമോ, അല്ലെങ്കിൽ രാവിലെ തന്നെ കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് ടിഫിനിൽ കൊടുക്കാൻ ഭയങ്കര നല്ലതാണ്. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും പൂരിയുടെ കൂടെ ആയാലും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിതാ ഒരു വിസിൽ വരാൻ വേണ്ടി ഞാനിതൊന്ന് അടച്ച് വയ്ക്കുകയാണ്. ഇതിപ്പോൾ ഒരു വിസിലൊക്കെ വന്ന് ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു വിസിലും പിന്നെ അതിന് ശേഷം അതിൻ്റെ ആ സ്റ്റീമിൽ അവിടെ തന്നെ നിന്നുകൊണ്ട് അതാ ഒന്നുകൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, നന്നായി വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമേ ഉള്ളൂ. ഇതിൽ വെള്ളമൊന്നും അധികം വേണ്ട, കുറച്ച് മതി. പിന്നെ നന്നായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് സ്പെഷ്യലായിട്ട് വരുന്നത്. അപ്പോൾ നന്നായിട്ട് ഇച്ചിരി ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി ഗരം മസാല വേണമെങ്കിൽ മുകളിൽ തൂവി കൊടുക്കാം. അതല്ലെങ്കിൽ ഇത്രയും മതി. ഇതിനി പ്രത്യേകിച്ചൊരു വറുത്തിടലോ അങ്ങനെയൊന്നും വേണ്ട. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര നല്ലതാണ്. എൻ്റെ മോനൊക്കെ നല്ല ഇഷ്ടമാണ്. ഇതാ രാവിലെ ചപ്പാത്തി ഇതുമാണ് ടിഫിനിൽ കൊണ്ടുപോകുന്നത്, കഴിക്കുന്നതും രാവിലെ ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.